അമേരിക്ക, അതായത് ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് പ്രധാനമന്ത്രി മോദി അവിടെ പോയപ്പോൾ ട്രേഡുമായിട്ടുള്ള ചർച്ചകളും ടീമുമായിട്ടൊക്കെയാണ് പോയത്. അപ്പം അതിനകത്ത് ട്രംപിൻ്റെ പേഴ്സണൽ ഉറപ്പ് മോദിക്ക് കൊടുത്തിരുന്നു, അമേരിക്ക ഇന്ത്യക്ക് സോഴ്സ് കോഡ് തരാം. ഈ സോഴ്സ് കോഡ് എന്ന് പറഞ്ഞ സംഭവം ഈ ഇന്ത്യ ഇപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് തരില്ല എന്നുള്ള വാർത്ത ചില ഇന്ത്യൻ മീഡിയ അങ്ങ് ഡൗൺ പ്ലേ ചെയ്തു. കാരണം അതാണ് മേജർ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്, സോഴ്സ് കോഡ്. അതായത് മനസ്സിലാക്കുക, ഇന്ത്യയുടെ തേജസ് 1 ഉണ്ട്, തേജസ് MK1 ഉണ്ട്, തേജസ് MK2 ഉണ്ട്, പ്രോജക്റ്റ് ഉണ്ട്. അപ്പം അതിപ്പോൾ ഇൻഡക്ട് ചെയ്യാൻ പോവുക. അപ്പം ഇതിനകത്ത് ട്രംപും മോദിയും ഒരു ധാരണയിലെത്തി. അതായത് ജിയുടെ ജനറൽ ഇലക്ട്രിക്കൽസ് ആണ് അതിൻ്റെ ഇഞ്ചൻ കൊടുക്കുന്നത്, അതിൻ്റെ സോഴ്സ് കോഡ് കൈമാറാം ഇഞ്ചൻ്റെ. അപ്പം ഈ സോഴ്സ് കോഡ് കൈമാറുമ്പോൾ ഇതിൻ്റെ ഇഞ്ചിനുമായി ബന്ധപ്പെട്ട ഒരുവിധപ്പെട്ട സംഭവങ്ങളും സർവീസും എല്ലാം ഇന്ത്യക്ക് ചെയ്യാം. അതായത് ഇന്ത്യൻ എയർഫോഴ്സിന് ചെയ്യാം. ഇപ്പോഴത്തെ സോഴ്സ് കോഡ് കൈമാറത്തില്ല എന്ന് പറഞ്ഞതോടുകൂടി ഞാൻ സിമ്പിളായിട്ട് പറയുക, ഇത് മുഴുവനും റിപ്പയർ ചെയ്യാനും അത് തുറക്കാനും അത് റീഇൻസ്റ്റാൾ ചെയ്യാനും അമേരിക്കൻ എഞ്ചിനീയേഴ്സ് തന്നെ വരണം. അല്ലെങ്കിൽ അവർ വലിയ വർക്ക്ഷോപ്പ് ബാംഗ്ലൂരോ എവിടെയെങ്കിലും കൊണ്ടിടും. അതായത് അമേരിക്കയ്ക്ക് ജോലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടി. ട്രംപും മോദിയായിട്ടുള്ള ഉടക്കാണ് ഇതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കിയത്. ഇന്ത്യയുടെ ഒരു ലോങ് സ്റ്റാൻഡിങ് ഡിമാൻഡായിരുന്നു സോഴ്സ് കോഡ് വേണം.